ഓടിവാ, കഥ വായിക്കാം. ഇന്ന് നമുക്ക് ഒരു വണ്ടച്ചാരെ ആനക്കുട്ടൻ രക്ഷപ്പെടുത്തിയ കഥ വായിക്കാം. ഈ പുസ്തകത്തിന്റെ പേരാണ് ആനയും വണ്ടും കൂട്ടുകാരായ കഥ. ഇത് എഴുതിയിരിക്കുന്നത് TR രാജേഷ്. ഈ പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. അപ്പൊ നമുക്ക് ആനക്കുട്ടന്റെയും വണ്ടച്ചാരുടെയും കഥ എന്താണെന്ന് വായിച്ചു നോക്കിയാലോ? വാ, വായിക്കാം. ഒരിക്കൽ കുറേ വണ്ടുകൾ തേൻ കുടിക്കാൻ കാട്ടിലെ താമരക്കുളത്തിലെത്തി. കൂട്ടത്തിൽ ഒരു വണ്ട് മഹാകൊതിയനായിരുന്നു. കൂട്ടുകാരെല്ലാം പോയി കഴിഞ്ഞിട്ടും അവൻ തേൻ കുടിച്ചുകൊണ്ടേയിരുന്നു. രാത്രിയായി. പൂവുകളെല്ലാം ഇതളുകൾ കുമ്പി. പാവം വണ്ട് ഇതൊന്നും അറിയാതെ ഉറങ്ങിപ്പോയിരുന്നു. കുറർ കുറർ കുറർ. കണ്ണു തുറന്നപ്പോഴോ അയ്യോ, എങ്ങും ഇരുട്ട് മാത്രം. അവന് സങ്കടമായി. ഇനി നാളെ സൂര്യൻ ഉദിക്കുമ്പോൾ മാത്രമേ പൂവ് വീണ്ടും വിടരൂ. അതുവരെ ഇതിനുള്ളിൽ തന്നെ ഇരിക്കണം. അതായിരുന്നു അവന്റെ സങ്കടത്തിന്റെ കാരണം. പക്ഷേ അപ്പോഴാണ് ഒരാനക്കൂട്ടം അതുവഴി വന്നത്. അവർ കുളത്തിലിറങ്ങി കളിക്കാനും കുളിക്കാനും തുടങ്ങി. കൂട്ടത്തിൽ ഒരാന ഒരു പൂവ് വലിച്ചു പൊട്ടിച്ച് ഒരൊറ്റയേറ്. പാവം വണ്ട്, അവൻ അതിനുള്ളിലായിരുന്നു. ഇനി ഒരിക്കലും ഈ പൂവ് വിരിയില്ല. അവൻ പൊട്ടിക്കരഞ്ഞു. കുളിയൊക്കെ കഴിഞ്ഞ് ആനക്കൂട്ടം മടങ്ങിപ്പോയി. ഒരെണ്ണം ഒഴിച്ച് ഒരു കുട്ടിയാന. പുൽപ്പടർപ്പിൽ നിന്നും അവൾ ഒരു തേങ്ങൽ കേട്ടു. നോക്കിയപ്പോൾ വീണു കിടക്കുന്ന ഒരു താമരപ്പൂവ്. അതിനുള്ളിൽ നിന്നും കരച്ചിൽ. കുട്ടിയാന പൂവ് തുമ്പിക്കൈ കൊണ്ടെടുത്ത് ഇതളുകൾ വിടർത്തി. പെട്ടെന്ന് വണ്ട് പുറത്തേക്ക് ചാടി. ഹായ് വണ്ടുത്താനേ, ആന പറഞ്ഞു. ഹായ് ആനക്കുട്ടി, വണ്ടു പറഞ്ഞു. രണ്ടുപേർക്കും സന്തോഷമായി. ഇരുവരും വലിയ കൂട്ടുകാരായി തീർന്നു. അതാണ് വണ്ടച്ചാരെ രക്ഷിച്ച ആനക്കുട്ടന്റെ കഥ. പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഇഷ്ടമായോ ഈ കഥ? എങ്കിൽ നമുക്കിനി മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.